ദൈവനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തനങ്ങൾ 119 54 വാക്യത്തിൽ നിന്ന് വായിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവനാമത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനം ആകുന്നു. ഈ സങ്കീർത്തനം ദാവീദ് എഴുതിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഈ സങ്കീർത്തനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എബ്രായ ഭാഷയിലെ 22 അക്ഷരമാലകളെ ചേർത്തുകൊണ്ട് ഓരോ അക്ഷരമാലയിലും 8 വാക്യങ്ങൾ വീതം ഉൾപ്പെടുത്തി അങ്ങനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് 119 സങ്കീർത്തനം. മറ്റു സങ്കീർത്തനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ വാക്യങ്ങളുള്ള സങ്കീർത്തനമാണ് 119 സങ്കീർത്തനം. ഇതിന്റെ 54 വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. നോക്കണം, ദാവീദ് പരദേശിയായി പാർക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. പരദേശിയായിട്ട് പാർക്കുന്നു. നാം ഓരോ ദൈവമക്കളും നമ്മൾക്ക് ഈ ലോകത്ത് നമുക്ക് സ്വന്തമെന്ന് പറയുവാൻ ഒന്നുമില്ല. എല്ലാം ദൈവം തന്നതാണ്. ഇതെല്ലാം ഉപേക്ഷിച്ച് ഒരു ദിവസം നാം കടന്നു പോകേണ്ടി വരുവാണ്. ഈ സന്ദേശം മനസ്സിലാക്കിയാണ് ദാവീദ് പറയുന്നത്, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു എന്ന് പറയുന്നത്. പരദേശി കാരണം ഒരു ലോകത്ത് നിന്ന് വന്നു, ഈ ലോകത്തിൽ ജീവിക്കുന്നു, ഇനി നാം മറ്റൊരു ലോകത്തേക്ക് കടന്നു പോകുന്നു. അങ്ങനെ 3 തരത്തിലുള്ള ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഈ ലോകത്തിൽ തൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യര്, നമുക്ക് ഈ ലോകത്തിൽ വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രമേ ഉള്ളൂ. ഈ കാലഘട്ടത്തിലാണ് നാം ജീവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി നമുക്ക് വെച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിറവേറ്റി കടന്നു പോകേണ്ടതായിട്ടുള്ളത്. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകും. നമ്മുടെ കീർത്തനം ദൈവത്തിന്റെ ചട്ടങ്ങളായി തീരണം. ദൈവം ആഗ്രഹിക്കുന്ന തന്റെ കൽപ്പനകളെ അനുസരിച്ചും തന്റെ വിധികളെ പ്രമാണിച്ചും നടക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ഈ ഉദ്ദേശം മനസ്സിലാക്കി നാം മുന്നോട്ട് ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കുവാനിടയായിത്തീരും. നമ്മുടെ ഈ ആയുസ് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ നിത്യതയിൽ നാം ചെലവാക്കേണ്ട സമയത്ത് നാം ചില പ്രതിഫലം ലഭിക്കുവാൻ തക്കവണ്ണം പ്രതിഫലം നമ്മൾ അവിടെ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്വർഗത്തിലേക്ക് പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൽ നാം എല്ലാവരും അവനോട് കൂടെ ആയിരുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നതാണ്. നാം ഇപ്പോൾ സംഭവിക്കുന്നതും ഇപ്പോൾ ആയിത്തീരുന്നതും എല്ലാം ഒരു നിമിഷം കൊണ്ട് ആയിത്തീർന്നതല്ല. നാം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ ദൈവം നിർമ്മിച്ചിരുന്നു. ഇപ്പോൾ നാം ജീവിക്കുന്നത് അവന്റെ കയ്യിലെ ആയുധങ്ങളായിട്ടാണ്. നമുക്കിവിടെ ഈ ചുരുങ്ങിയ ലോകത്തിൽ ഈ ഏറെ ആയാൽ 70, ഏറെ ആയാൽ 80, ഈ 80 കാലഘട്ടത്തിൽ ഈ ഇത്രയും വയസ്സിനുള്ളിൽ നമ്മൾ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണമെന്നാണ് ഈ സങ്കീർത്തനത്തിലൂടെ ദാവീദ് നമ്മളെ ഓർപ്പിക്കുന്നത്. ദാവീദിനോട് കൂടെ ചേർന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. ഇവിടെ പറഞ്ഞെങ്ങനെയാണ്, നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. നമ്മുടെ കീർത്തനം എന്ന് പറയുമ്പോൾ പാട്ട്, അവന്റെ പാട്ട്, അതായത് നമ്മുടെ വായിലെ പാട്ടുകള് ദൈവത്തിന്റെ നീതിയുള്ള വചനങ്ങളും
അവന്റെ വചനത്തിനനുസരിച്ചുള്ളതായിട്ടുള്ള ജീവിത രീതി നയിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് ഹിതമാകുന്ന ജീവിതം നയിച്ച് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നമ്മെക്കുറിച്ച് പ്രൈസ് ദി ലോർഡ് എന്താഗ്രഹിക്കുന്നു അത് നിറവേറ്റി ജീവിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദാവീദിനാൽ എഴുതപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ് ഈ 119 സങ്കീർത്തനം എന്നാണ് കരുതപ്പെടുന്നത്. ദാവീദിന്റെ ജീവിതാനുഭവങ്ങളെ ചേർത്ത് വെച്ച് താൻ ചമച്ചതായ ഒരു കീർത്തനമാകുന്നു ഇത്. നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. ദൈവം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങള് അവന്റെ ജീവിതത്തിൽ അത് പാട്ടായിട്ട് എന്നും പാടിക്കൊണ്ട് നടക്കുക. ആ പാട്ട് മറ്റുള്ളവർക്കൂടെ പ്രയോജനമാകുന്ന രീതിയിൽ അത് എഴുതി മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്നു. എല്ലാവർക്കും പാടത്തക്ക രീതിയിൽ അത് എഴുതി സൂക്ഷിച്ചിരിക്കുന്നു. പലർക്കും പല പാട്ടുകള് ആത്മീയമായ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകൾ പാടുവാൻ കഴിവുണ്ടായിട്ടും അവരത് എഴുതാതെ സൂക്ഷിക്കുക. നോക്കണം, പ്രിയമുള്ളവരെ പറയട്ടെ, നമുക്ക് തന്നിരിക്കുന്ന ടാലന്റുകൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അത് ഉപയോഗിച്ചാൽ അത് ദൈവനാമത്തിന് മഹത്വമായിരിക്കും. ദൈവത്തിന് അതാണ് ഇഷ്ടം. ഹല്ലേലൂയ. ദൈവം നമുക്ക് തരുന്ന പാട്ടുകളെ നമ്മൾ വിചാരിക്കും നമ്മൾ കഴിവില്ലാത്തവരാണല്ലോ, അല്ലാതെ എൻ്റെ പാട്ടുകൾ അങ്ങനെ ഹിറ്റാകുന്ന പാട്ടുകളൊന്നും അല്ലല്ലോ എഴുതുന്നത്. പക്ഷെ എങ്കിലും പറയട്ടെ, ജീവിതാനുഭവങ്ങളിലൂടെ ദൈവം നമുക്ക് തരുന്ന പാട്ടുകളും വചനങ്ങളും നാം എഴുതി സൂക്ഷിച്ചാൽ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ, അത് അവർക്കും ആത്മീയ ജീവിതത്തിന് ഉന്നമനമാകുന്ന രീതിയിൽ ആയിത്തീരുക തന്നെ ചെയ്യും. അതാണ് എഴുതി സൂക്ഷിച്ചാലുള്ള ഗുണം. ഹല്ലേലൂയ. ഇവിടെ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകും. ദൈവത്തിന്റെ ചട്ടങ്ങൾ, ഇംഗ്ലീഷിൽ അതിന് സ്റ്റാറ്റസ് എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ ആ ചട്ടങ്ങൾ എൻ്റെ കീർത്തനം ആകും. എന്നും നമ്മുടെ ഭവനത്തിൽ ദൈവത്തിന്റെ പാട്ടുകളും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകളും കർത്താവായ യേശു ക്രിസ്തുവിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പാട്ടുകളും നമ്മുടെ നാവിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടെങ്കിൽ അതൊരു ആരാധനയാകുന്നു. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മുടെ ആരാധന എന്നും എപ്പോഴും നമ്മൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം, മുറിവേറ്റപ്പെട്ടവനായ കർത്താവ്, തകർക്കപ്പെട്ടവനായ കർത്താവിനെ സ്തുതിക്കുന്ന പാട്ടുകൾ ഹല്ലേലൂയ നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവനാമം അതിലൂടെ മഹത്വപ്പെടുവാനും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായിത്തീരും. പാട്ടുകാരനായ ദാവീദിനെ രാജസ്ഥാനത്തേക്ക് ദൈവം ഉയർത്തിക്കൊണ്ടുവരികയാണ്. ആടിനെ മേയ്ക്കാനായിട്ട് താൻ പോകുമ്പോഴെല്ലാം തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ കിട്ടുന്ന പാട്ടുകളെ താൻ എഴുതി സൂക്ഷിക്കുകയും ഹല്ലേലൂയ അത് മറ്റുള്ളവർക്ക് പ്രയോജനമാകത്തക്ക രീതിയിൽ എഴുതി സൂക്ഷിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൃഗത്തിന്റെ തോലുകൊണ്ട് ആണ് ഈ പാട്ടുകൾ എഴുതുവാനും ഒക്കെയായി തീർന്നിട്ടുള്ളത്. അത് പിന്നീടുള്ള തലമുറകൾക്ക് കൈമാറുമ്പോൾ അത് വായിച്ചത് അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അതിനെ ഇട്ട പാട്ടുകളാണ് കൂടുതലുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ, നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകും. നമ്മുടെ കീർത്തനങ്ങൾ ദൈവത്തിന്റെ ചട്ടങ്ങളായിത്തീരും. അസഭ്യ വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ചില പാട്ടുകളുണ്ട്. അതിന് നമ്മൾ ചെവി കൊടുക്കുകയോ അസഭ്യ വാക്കുകൾ നമ്മൾ വായ കൊണ്ട് എടുത്തു പറയുകയോ ചെയ്യാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ നാവും നമ്മുടെ ജീവിതവും ആയിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വചനങ്ങൾ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ, വചനം കേട്ട എല്ലാവർക്കും ഈ വചനം അനുഗ്രഹമായി തീരുവാൻ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. എൻ്റെ ഭവനത്തിൽ, എൻ്റെ ജീവിതത്തിലുടനീളം ദൈവത്തിന്റെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ എൻ്റെ ജീവിതം കൊണ്ട് ഇടയായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് കർത്താവേ ഈ വചനം
ആശ്വാസമായി തീരാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ സൗഖ്യത്തിന്റെ കരമയച്ച് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ തകർച്ചയായി ഹാലലിയ പ്രൈസ് ദി ലോർഡ് ഹാലലിയ വിവാഹ ബന്ധത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന വേർപാടിലേക്ക് കർത്താവെ ഹാലലിയ പ്രൈസ് നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിഗത ഞങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ നീ അവിടുന്ന് കൂട്ടിയോജിപ്പിച്ച് സന്തോഷത്തിന്റെ ഇരട്ട അവരെ ഉൾപ്പിച്ച് കൂട്ടിയോജിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഭവനം തകർന്നു പോകാൻ ഇടയായിത്തീരരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹാലെ കടഭാരത്താലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടം വീട്ടുവാൻ തക്കതായ ഹാലലി എല്ലാ പണങ്ങളും കർത്താവ് കൃത്യസമയത്ത് തന്നെ എല്ലാം ചെയ്തു കൊടുക്കുവാനുള്ള സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹാലലിയ ഈ വചനത്തിലൂടെ അവർക്ക് അനേകർക്ക് ഹാലി ആശ്വാസവും വചനവും ഈ വചന ആശ്വാസവും വിടുതലിനും തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദാവീദിന്റെ ജീവിതത്തിലൂടെ കർത്താവെ പ്രൈസ് താൻ അനുഭവിച്ചിട്ടുള്ള വ്യതകളിലൂടെ താൻ കടന്നു പോയിട്ടുള്ള പ്രയാസങ്ങളിലൂടെ ഹാലലി ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുമ്പോൾ കർത്താവ് ഈ വചനം എല്ലാവർക്കും അനുഗ്രഹമായി തീരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ അനേകത്തെ ഹാലലി പ്രൈസ് ദി ലോർഡ് ഹാലലിയ താൻ ആയിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് ഹാല പ്രയാസങ്ങളിൽ കർത്താവെ വിടുവിച്ചവനായ ദൈവം ഈ വ്യക്തി ജീവിതങ്ങളെയും ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും കർത്താവെ വിടുവിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോട് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.